ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഒരു പെട്ടി തുറക്കാൻ പോവാണ്. ഇത് നാട്ടിൽ നിന്ന് ആങ്ങളെ കൊടുത്തുവിട്ടേക്കണ പെട്ടി കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി, കൂർഗൊക്കെ ഇറങ്ങാൻ വേണ്ടി പോയായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ തണുപ്പുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങളുടെ വിൻ്റർ ക്ലോത്ത്സ് 3 പേരും എടുത്തായിരുന്നു, 1-2 വെച്ച്. അത് നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ നേരത്ത് നമ്മുടെ ലഗേജ് ഓവറായാലോ എന്ന് പേടിച്ചിട്ട് നാട്ടിലിട്ടിട്ട് പോന്നു. ആങ്ങളോട് പറഞ്ഞു വിൻ്റർ സീസണൊക്കെ ആവാറാകുമ്പോൾ അയച്ചു തന്നാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ അതെ ആങ്ങളെ അയച്ചിരിക്കുന്ന പെട്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടി തുറക്കാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിൻ്റർ ക്ലോത്ത്സ് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതുണ്ട്. അല്ലാതെ ഞങ്ങൾ പറയാത്തതും ആങ്ങൾ എന്തെങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം അത്ര മാത്രമേ ഉള്ളുവായിരുന്നെങ്കിൽ ഈ പെട്ടിയുടെ കനം ഇങ്ങനെയായിരിക്കില്ലായിരുന്നു. പെട്ടിക്ക് നല്ല കനുണ്ട്. അപ്പോൾ ആങ്ങളയുടെ വക ആങ്ങളെ എന്തൊക്കെയോ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആങ്ങളെയും നാത്തൂരും കൂടെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് എല്ലാം നമുക്ക് തുറന്ന് കാണാം. അപ്പുറത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ നമ്മുടെ പെട്ടി കാണിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ്. പിന്നെ എൻ്റെ സ്വരമൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. വിൻ്ററിലേക്ക് കടന്നതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് ശരിയായി നോർമലായൊക്കെ വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് പെട്ടി തുറക്കാം. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. എവിടെ നിന്ന് കട്ട് ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ല. ഞാനെന്തായാലും കത്രിക വെച്ച് കാണുന്ന ഭാഗത്തു നിന്ന് പ്ലാസ്റ്റിക് മോളിക്കോടെ കാർഡ്ബോർഡ് പെട്ടിയുടെ മോളിക്കോടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. 2 കോട്ടിങ് കണ്ടുണ്ട്. എത്ര കോട്ടിങ് ആണെന്ന് അറിയില്ല. കത്രിക ഇങ്ങനെ കുത്തി കടത്തുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഒരു പെട്ടി വരുമ്പോൾ തുറക്കാൻ എന്തൊരു സന്തോഷം എന്നറിയില്ല. ഇങ്ങനെയല്ലേ നിങ്ങളും പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ കരുതുന്നു. പെട്ടിയുടെ ഒരു വശം നനവ് പറ്റിയിട്ടുണ്ട്. എന്താണ് അറിഞ്ഞൂടെ, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പെട്ടി തുറന്നു കേട്ടോ. പെട്ടിയുടെ ഈ സൈഡ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് തുറന്നു നോക്കാം. ഭയങ്കര സെറ്റപ്പാണ്. എന്തായാലും ദൈവമേ, പല പല പാക്കിങ്ങാണ്. ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത് മിൽക്കി ബാർ കേട്ടോ. അഞ്ജുനുള്ള മിൽക്കി ബാർ കൊടുത്തു വിട്ടേക്കെന്താ. അഞ്ജുന് മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം നാട്ടിൽ ചെന്നപ്പോഴോ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മളൊന്നും പറഞ്ഞില്ലായിരുന്നു. അച്ഛൻ കൊടുത്തു വിട്ടേക്കെന്താ അഞ്ജുനുള്ള മിൽക്കി ബാർ. നമ്മുടെ ഫസ്റ്റ് പൊതി പഴമോ കായോ അങ്ങനെ എന്തോ ആണിത്. യെസ്, നേന്ത്രപ്പഴം. നിങ്ങൾക്കിവിടെ കിട്ടാത്തൊരു ഐറ്റം നേന്ത്രപ്പഴം. ഇനി അടുത്ത് കാണുന്ന പൊതി എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി. ഇത് ഞങ്ങൾക്കിവിടെ കിട്ടില്ല. അപ്പം അങ്ങനെ ചെറിയ ഉള്ളി. ഇത് പഴമാണ്. ഇത് പഴം. ഇത് അലുവ. നമ്മുടെ കേരളത്തിലെ അലുവ. ഇപ്പൊ പിന്നെ ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വയ്ക്കാം. ആ ഒരു ധൈര്യമുണ്ട്. വേഗത്തിൽ ഇനി കേടായി പോണ പ്രശ്നമില്ലല്ലോ. ഇതും പഴമാണ്. ഇത് വാങ്ങിച്ച പഴമാണോ വീട്ടിലുണ്ടായ പഴമാണോ ഒന്നും അറിയില്ല. കാരണം എന്താണ് വെട്ടിൽ വെച്ചേക്കണേന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ചോദിക്കാൻ വെട്ടി തുറന്നു നോക്കാനാണ് പറഞ്ഞത് ഞങ്ങളോട്. അപ്പം അതുകൊണ്ട് എവിടെ നിന്നാണ് എന്നുള്ളതൊന്നും, കടയിലത്തെ ആണോ വീട്ടിലത്തെ ആണോ എന്നൊന്നും അറിയില്ല. പിന്നെന്താ, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ട് കേട്ടോ. നമ്മുടെ അവലോസ് ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിപൊളി. ഇതെല്ലാം പഴം ഒക്കെ പഴമാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും തുറക്കുന്നില്ല. പഴം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാം തുറന്ന് കാണിക്കുമ്പോൾ നമുക്ക് ലേറ്റ് ആവും നമ്മുടെ വീഡിയോ തീരാൻ.
ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ പറയും ലെങ്തി വീഡിയോ ആകും. ഇത്രയും പഴുപ്പിൽ ഞങ്ങൾക്കിവിടെ കിട്ടിയത് നന്നായി. കാരണം ഇതിലും പഴുപ്പ് കുറവിൽ നമുക്കിവിടെ ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിൻ്റർ സീസണിൽ പഴം വേഗത്തിൽ പഴുത്ത് കിട്ടാൻ ടൈം എടുക്കും. അപ്പം അതുകൊണ്ട് ഇത്രയും പഴുപ്പിൽ കിട്ടിയത് ബാക്കി. ഇതും അലുവ തന്നെ, അലുവ. ഇത് ചെറുപഴം ഇങ്ങനെ പഴുത്ത് വരുന്നുള്ളൂ. അതും ഇനി കായ വെച്ചത് പഴുത്ത് വരുന്നതാണോ എന്നറിയില്ല. ഉണ്ടോ പഴുത്ത് വരുന്നു. ഇത് കായ കേട്ടോ, കായ. അപ്പോൾ ഇത് പഴുത്തു. ഇപ്പോൾ നമുക്ക് ചെറുപഴമായിട്ട് കഴിക്കാം. പിന്നെ ഇതാ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പപ്പടം. ഇത് നമ്മുടെ കേരള പപ്പടം ഞങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഒരു 3-5 പാക്കറ്റ് പപ്പടം ഉണ്ട്. ഇനി ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇത് അഞ്ജുവിന് മാജിക് പോപ്സ്. അഞ്ജുവിൻ്റെ എന്താ മിഠായി, പോപ്പിംഗ് ക്യാൻഡി, ഗ്രേപ്പ് ഫ്ലേവർ. ഇത് അഞ്ജുവിനുള്ളത്. ഇത് നമ്മുടെ ചിപ്സ് ഐറ്റംസ്, കപ്പ വറുത്തത്. ഇത് വൻപയർ. പിന്നെ ഇത് എന്താ പറയുക, കൊള്ളി വറുത്തത്. ഈ ഐറ്റംസ്. പിന്നെ അടുത്ത ഐറ്റം ഏലാതി ലേഹ്യം. ഇത് ഞങ്ങൾക്ക് തണുപ്പ് കാലത്ത് ഭയങ്കര ആവശ്യമുള്ളൊരു ഐറ്റം ഉണ്ടോ. ജലദോഷമൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് കഴിക്കുന്ന ഐറ്റം ഞങ്ങളുടെ ഇതാണ്. ഞങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നാറുണ്ട് ഇത് കഴിക്കുമ്പോൾ, നല്ലതായിട്ട് തോന്നിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കഴിയും. അപ്പോൾ ഒന്നുകിൽ ഓൺലൈൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ അയപ്പിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം. പിന്നെന്താ, ഇത് അഞ്ജുവിൻ്റെ കുറേ, അഞ്ജുവിന് സണ്ണി അച്ചാച്ചിൻ്റെയും മിഡുവാൻറ്റിയുടെയും ഒക്കെ കുറേ ഐറ്റംസ്. ഇതാ മാജിക് പോപ്സ്, ഗാലക്സി, ഇതൊക്കെ ചോക്ലേറ്റ് ഫ്ലേവർ അത് ഇതൊക്കെ ആയിട്ട് ഇതാ മിഠായികളും കാര്യങ്ങളൊക്കെയാണ് അഞ്ജുവിനുള്ളത്. പൊടിയുണ്ടോ ഇത് കുറേ ഉണ്ട്. മാജിക് പോപ്സ് ഇതെന്താ പോലും ഇതിനകത്ത് തിരുങ്ങുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കണം ടൈം കിട്ടുമ്പോൾ. ഇത് നമ്മുടെ അവല് മിക്സ്ചർ, അവല്, കപ്പലണ്ടി, കടല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഐറ്റം. ഇപ്പോൾ സണ്ണി അച്ചാച്ചനും ഇടുവായിരിക്കും. താങ്ക് യു. കുറേ ഐറ്റംസായി. ഇതെന്താണ്, ഇത് കപ്പ. ഇത് പൊട്ടറ്റോ ചിപ്സ്. പിന്നെ മുറുക്കുണ്ട്. പിന്നെ വൻപയർ, ഇതേപോലെ തന്നെ വൻപയർ. പിന്നെ ഒരു പാക്കറ്റ് മിക്സറുണ്ട്. ഇതും ഇത് എരിവുള്ള പൊട്ടറ്റോ ചിപ്സാണത്. ഇത് മിക്സർ അല്ല, സോറി, ഇത് എന്താ മുറുക്ക്. നിങ്ങൾ മുറുക്കെന്ന് പറയാം കേട്ടോ. പിന്നെന്താണ്, പിന്നെ എവിടെ നിന്ന് തോന്നണ്ടേ, ഇതൊക്കെ ഞങ്ങളുടെ വിൻ്റർ ബോക്സ്. അതിന് ഇടയ്ക്ക് പേപ്പർ ഇങ്ങനെ നനഞ്ഞിരിക്കണം. ഇത് പഴമൊക്കെ വെച്ചിട്ടൊന്നാണ് പഴത്തിരിക്കാൻ. ഇതെന്താ സംഭവമല്ല കേട്ടോ. ഇത് വലിയ സംഭവം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വിൻ്റർ ക്ലോത്ത്സൊക്കെ ഒരു നനവും പറ്റാതിരിക്കാനായിട്ട് വളരെ കാര്യമായിട്ട് പാക്ക് ചെയ്ത് ഒട്ടിച്ച് ഒക്കെ വിട്ടേക്കണം. അപ്പോൾ സണ്ണിക്കുട്ടിന് താങ്ക് യു. സൂക്ഷിച്ചു തുറക്കാൻ സ്റ്റാർ ഉണ്ട്, അതിനകത്ത് സ്റ്റാർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോ അങ്ങനെ പറഞ്ഞ അതിനകത്ത് എവിടെയോ വേറെ ഇരിക്കണ്ടോ നോക്കട്ടെ. അതിനകത്ത് സ്റ്റാറും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. താഴെ തുറക്കടി, താഴെ പിടിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് സ്വെറ്റർ മാത്രമല്ല ഈ പാക്കറ്റിൽ. അതാണ് ഇത്ര കാര്യമായിട്ടുള്ള പാക്കിങ് നടത്തുന്നത്. ഉഷ്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സ്വെറ്റർ കയറി പോകും. ഇനി ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച ജാക്കറ്റ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി സ്റ്റാർ വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ഇടാൻ പറ്റിയ നല്ല സൂപ്പർ സ്റ്റാർ. അടിപൊളി സ്റ്റാർ ആദ്യം എടുക്കാം. നോക്കിയേ, ക്രിസ്മസിന് ഇടാൻ പറ്റിയ നല്ല സൂപ്പർ സ്റ്റാർ. അടിപൊളി. ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടി വരും. അതിനുശേഷം ഇതാ
ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് LED ലൈറ്റിൻ്റെ തോന്നെ നിറച്ച് ഇങ്ങനെ ലൈറ്റുകൾ കാണാം. ബൾബുകൾ കത്തി കഴിയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓണാക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ക്രിസ്മസിന് നമുക്ക് ഇട്ടിരിക്കുന്ന സ്റ്റാർ, ആങ്ങളയുടെ വക. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റാറുകളൊന്നും കിട്ടില്ല. സ്റ്റാർ കിട്ടും, പക്ഷേ ഇതേപോലത്തെ LED ബൾബിൻ്റെയൊക്കെ നിപ്പേക്കാനൊക്കെ കടകളിലൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. പണ്ടൊന്നും കിട്ടാറില്ല. ഞാൻ ഓൺലൈനിലൊന്നും ഞാൻ സെർച്ച് ചെയ്തില്ല. എന്തായാലും അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അടിപൊളി. താങ്ക് യു ഡിയർ. ഒന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഇതാണ്. ഈ സമയത്താണ് നമുക്ക് ഇതൊക്കെ ആവശ്യം. ഡിസംബർ മന്തല്ലേ, അപ്പോൾ ഇതൊക്കെ നല്ല ആവശ്യം വരുന്ന. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി വീഡിയോ ഒക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ചേട്ടൻ്റെ UP തന്നെ വാങ്ങിച്ച സ്വെറ്റർ കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അതേ ആങ്ങളെ തിരിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ സെയിം തന്നെ എനിക്ക് വാങ്ങിച്ചായിരുന്നു. ഇത് അഞ്ജുവിൻ്റെ സ്വെറ്ററാണ്. അഞ്ചിട്ടുണ്ട് നടന്നായിരുന്നത്. ഇതെൻ്റെ സ്വെറ്റർ. എല്ലാവർക്കും വളരെ സുപരിചിതമായ സ്വെറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതും നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഇത് കണ്ട് കാണുമായിരിക്കും. പിന്നെ എന്താ, പിന്നെ വീണ്ടും അടുത്ത ജാക്കറ്റ് ഇത് എൻ്റെയാണ്. പിന്നെ ഇത് ഇവിടെ അഞ്ജുവിൻ്റെ ഒരെണ്ണം എൻ്റെ. പിന്നെ ഇതിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ഒരായിട്ടുള്ളത് ക്രിസ്മസ് കേക്ക് വെച്ചിട്ടുണ്ട്. പാവം അങ്ങനെ നാത്തൂനും കുറേ കഷ്ടപ്പെട്ട് കാണും. ഷോപ്പിംഗ് കുറേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് പുഡിംഗ് കേക്ക്, ഈന്തപ്പഴമൊക്കെ ഉള്ളതിനകത്ത് ഈന്തപ്പഴവും ക്യാരറ്റും കൂടി ഉള്ളത് സൂപ്പറാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കളറ് കാണാം. ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ കൂടെ നല്ല അടിപൊളി കേക്കാന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. കഴിച്ച് കഴിയുമ്പോൾ പറയാം എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ വെട്ടി പൊട്ടിക്കുന്നത് രാത്രിയിലാണ്. ഇന്ന് ട്രെയിൻ വരാൻ ഒത്തിരി ലേറ്റായി. അപ്പോൾ ട്രെയിൻ വന്ന് ഐറ്റംസൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഫംഗ്ഷന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷന് പോയി വീട്ടിൽ വന്നപ്പോഴേക്കും 10 മണി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് മുറിച്ചൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഇതാണ് രണ്ടാമത്തെ ജാക്കറ്റ്. അപ്പോൾ ഇത് ചേട്ടൻ്റെ ജാക്കറ്റ്, ഇതെൻ്റെ ജാക്കറ്റ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനത്തെ വാങ്ങിയായിരുന്നു കേട്ടോ. സെയിം കളറ്. എനിക്ക് ചേട്ടനും സെയിം കളർ ഞാൻ വാങ്ങിച്ചത്. അഞ്ജുന് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഞ്ജുന് ബ്ലാക്ക് വാങ്ങി. ഞങ്ങൾക്കിതെങ്ങനെ ബ്ലൂ. ഇതാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇതിവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊടുപ്പിച്ചത്. പിന്നെ ഞങ്ങളുടെ ഇവിടുന്ന് കൊണ്ടുപോയത് ഇതാട്ടോ അഞ്ജുവിൻ്റെ ജാക്കറ്റ്. ഇതാ ബ്ലാക്ക് കളർ വിത്ത് തൊപ്പി. ഇതിൻ്റെ ക്യാപ്പുണ്ട്. എല്ലാം ഞങ്ങളുടെ ജാക്കറ്റുമേ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ ക്യാപ്പ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് തണുപ്പത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ ഒക്കെ ഇടാം. നല്ല ഇത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം തോന്നി. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കണേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തു അവിടെ നിന്ന് വാങ്ങിയത്. പോക്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ നല്ല വാമാണിത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ചൂട് ഫീൽ ചെയ്യും. നല്ല അടിപൊളി ജാക്കറ്റാണ്. അപ്പോൾ ഇത് അഞ്ജുവിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പെട്ടി കാലിയായി. പെട്ടിയുടെ ഇങ്ങനെ പുറം വശത്ത് ചെറിയൊരു നനവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിന് ഉള്ളിലങ്ങ് വല്ലതും നനഞ്ഞുണ്ടോന്നു. ഉള്ളിലൊരു നനവില്ല, ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണേ. ഒരു ലീക്കോ കാര്യങ്ങളോ നനവോ ഓയിലോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടി കാലി. അപ്പം അങ്ങനെ കേരള പെട്ടി കാത്തിരുന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഐറ്റംസ്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾക്കിനി കുറേ ദിവസത്തേക്ക് ചായക്കുള്ള കടിയായി, വിശക്കുമ്പോൾ കഴിക്കാനുള്ളതായി, പിന്നെ നേന്ത്രപ്പഴമായി, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ സണ്ണി ചാച്ചനും മിഡു ആൻറ്റിക്കും, സണ്ണിക്കും മിഡുവിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടല്ലോ. കേരളത്തിൽ നിന്ന് ഇങ്ങനത്തേക്ക് ഒരു പെട്ടി വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ എപ്പോഴോ ഒരു പ്രാവശ്യം കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ ആങ്ങള. അന്നിങ്ങനെ സാധനങ്ങൾ മാത്രമായിട്ട് കൊടുത്തു വിട്ടെ. അന്ന് വിൻ്റർ ക്ലോത്ത്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ആങ്ങളെയും
നാത്തൂനും പിള്ളേരും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്നാണ് അവർ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീഡിയോ എടുത്തായിരുന്നു. ആ വീഡിയോ ഞങ്ങൾക്ക് അയച്ചായിരുന്നു. അതിനകത്ത് നമ്മുടെ ഗ്രേസ് മോളും സ്റ്റീവ് കൂട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വർത്താനം പറഞ്ഞ് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഐറ്റംസൊക്കെ അതിനകത്ത് കാണുന്നു. ഞങ്ങൾ ലിസ്റ്റ് കൊടുത്ത് വിട്ട് ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ വിൻഡോ ക്ലോത്ത്സും പിന്നെ ഏലാതി ലേഹ്യം അങ്ങനെ ഇത്തിരി കൊച്ചു ഐറ്റംസൊക്കെ ഞങ്ങൾ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ഒരുപാട് ഐറ്റംസായി. അപ്പോൾ ആങ്ങളയുടെയും നാത്തൂൻ്റെയും കുഞ്ഞുമക്കളുടെയൊക്കെ സ്നേഹം. അമ്മയായാലും വീട്ടിൽ അമ്മയ്ക്കും പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മോൾക്ക് കൊടുത്തുവിടാനുള്ള പെട്ടി, മോളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടാനുള്ള പെട്ടി എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെട്ടി തുറന്ന വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുമ്പോഴേക്കാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.